എന്ത് തേങ്ങാക്കൊലയാണ് പ്രവാസികൾക്ക് കേരള സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നൽകുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെ ജീവനോടെ ഇരുന്നപ്പോൾ എവിടെയായിരുന്നു? ഏകദേശം 49ഓളം പ്രവാസികൾ വെന്ത് മരിച്ച ഇടത്തേക്ക് ഓടിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കണമെന്നും അവരെ മാറോട് അണയ്ക്കണമെന്നും തോന്നിയ ആ വലിയ മനസ്സിന് നമോവാകം. കേന്ദ്രത്തിനെ പ്രതിനിധീകരിച്ച് സുരേഷ് ഗോപി സാറും കേരളത്തിനെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജും ഞങ്ങളോടൊപ്പം മലനാട് ടിവിയോടൊപ്പം കടന്നു വരണം. ഞങ്ങൾ കാണിച്ചു തരാം. ഇനിയും ഉണ്ട് ഇതുപോലെയുള്ള ഇതിലും വളരെ മോശമായിട്ടുള്ള ശോചനീയമായിട്ടുള്ള ലേബർ ക്യാമ്പുകൾ. കേരളത്തിന്റെ സാമ്പത്തിക നട്ടലാണ് പ്രവാസികൾ എന്ന് പറയുന്ന ആ പ്രവാസികളുടെ ജീവിതമെന്ന് നിങ്ങൾ നേരിൽ വന്നൊന്ന് കാണണം. ജീവിച്ചിരിക്കും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കാത്ത പ്രവാസി ക്ഷേമം ഇനി എന്തിനാണ് സാറേ? കുവൈറ്റിൽ അന്നുണ്ടായ അഗ്നിബാധ ഒരു അപകടമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. മലനാട് ടെലിവിഷന്റെ ക്രേസി ഡെമോക്രസിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്രേസി ഡെമോക്രസി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എല്ലാവർക്കും നല്ല ധാരണയുള്ളതാണ്. വർത്തമാന ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളെയും പരാമർശിച്ചുകൊണ്ടുള്ള പരമ്പരയാണ് ക്രേസി ഡെമോക്രസി. ഇന്ന് കേരളത്തിനെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ലോകത്ത് തന്നെ കുവൈറ്റിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള തീപിടുത്ത ദുരന്തം, അതിന് കാരണമായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഓണറും കേരളീയനാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ 49 പേരിൽ ഏകദേശം 23ഓളം മലയാളികൾ മരിച്ചുപോയ ഒരു സംഭവം ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളുടെ ആട് ജീവിതങ്ങൾ തുടരുകയാണ് എന്നാണ് കുവൈറ്റിലുണ്ടായിട്ടുള്ള ഈ തീപിടുത്ത ദുരന്തത്തെക്കുറിച്ച് വാർത്ത ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പലപ്പോഴും ക്യാമ്പുകളിൽ ജീവിക്കുന്ന പ്രവാസി മലയാളികളുടെ ജീവിതത്തെക്കുറിച്ച് വലുതായിട്ടൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. ഇന്ന് അവിടേക്കുള്ള യാത്ര റദ്ദ് ചെയ്ത മന്ത്രിയുടെ യാത്രയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സംവിധാനങ്ങളിൽ നിന്നും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ശ്രീമതി വീണ ജോർജിന് യാത്രാ അനുമതി നൽകണമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ദുഃഖിതമായ, അതായത് ദുഃഖാർത്ഥമായിട്ടുള്ള ബന്ധുജനങ്ങളെ ആശ്വസിപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും കക്ഷി രാഷ്ട്രീയങ്ങളുടെ പേരിൽ ചർച്ച ചെയ്ത് ഇത്തരമൊരു സാഹചര്യത്തിൽ ദുഃഖാർത്ഥരായിട്ടുള്ള കുടുംബങ്ങളെ ആശ്വസിപ്പിക്കേണ്ടവർ പരസ്പരം തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആളി പടർന്നു നിൽക്കുന്ന തീയ്, ആ തീയിൽ നിന്ന് ഉയരുന്ന കറുത്ത പുക, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്തൊക്കെയാണോ അവിടെ ഉണ്ടായിരുന്നത് അതെല്ലാം അവിടെ കത്തി അമരുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങൾ പിന്നെയും ഇതെല്ലാം ചേർന്ന് 5 നിലയോളം ഉയരമുള്ള ആ ബിൽഡിങ്ങിനുള്ളിലെ എത്രയെത്രയോ മുറികളിൽ ഉറങ്ങിക്കിടന്നിരുന്ന 4 മണി എന്നൊക്കെ പറയുമ്പം രാവിലെ 3 മുതൽ 4 മണി വരെയാണ് ഏറ്റവും മികച്ച ഉറക്കം ലഭിക്കുന്ന സമയം എന്നാണ് പറയാറുള്ളത്. പലപ്പോഴും നമുക്കറിയാം, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന സമയവും അതുതന്നെയാണ്. കാരണം ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ്റെ ബ്രെയിൻ സ്ലീപ്പിങ്ങിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് അതുള്ളത്. ആ സാഹചര്യത്തിൽ എത്ര ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇത്തരം വലിയ ഒരു സ്ഫോടനത്തോടു കൂടി ഉണ്ടാകുന്ന ആളിക്കത്തിയ തീയിൽ നിന്ന് ഉയരുന്ന പുക, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും മറ്റ് വിഷവാതകങ്ങൾ നിറഞ്ഞ പുക ഈ 5 നിലയിലെയും മുറിക്കുള്ളിൽ ഡംപ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മുറിക്കുള്ളിലേക്ക് അമർന്നു കഴിയുമ്പോൾ ആ പുകയ്ക്കുള്ളിൽ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി വിലപിക്കുന്ന സാഹചര്യത്തിൽ എത്ര ശാരീരിക ക്ഷമതയുള്ള ഒരാൾക്ക് പോലും അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. അത്രത്തോളം വൈഷമ്യമേറിയ ഒരു മരണത്തെയാണ് എന്തായാലും നമ്മളുടെ മലയാളികളായിട്ടുള്ള 23 പേരടങ്ങുന്ന 49ഓളം പ്രവാസി ജീവനക്കാർ ആ ഫ്ലാറ്റുകളിൽ വളരെ ദാരുണമായി കൊല്ലപ്പെട്ടത് എന്ന് തന്നെ വേണം പറയുവാൻ. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഔദാര്യങ്ങളും എല്ലാവരുടെയും സൗമനസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന വാക്കുകളും വാചകങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ ആളുകളിൽ പലരും ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവിടെ പോയി ജോലി ചെയ്തിട്ട് തിരികെ വന്നിട്ട് സ്വന്തം വീട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. മക്കളുടെ വിവാഹം നടത്തി കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. എല്ലാം കഴിഞ്ഞ് ഇനി ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ആ ലോങ് പെൻഡിങ്ങിലുണ്ടായിരുന്ന ജീവിതത്തിൻ്റെ, നമ്മുടെ ഭാര്യയോടും മക്കളോടൊപ്പം ഉണ്ടായിരുന്ന ആ ജീവിത സൗഭാഗ്യങ്ങളിൽ ആവോളം നുകരണം എന്നാഗ്രഹിച്ച് തിരികെ വരാനിരുന്ന ആളുകളെയാണ് ഈ ഒരു ദുരന്തം അശനിപാതം പോലെ അപഹരിച്ചു കൊണ്ടുപോയത് നമ്മുടെ മുമ്പിൽ നിന്നും. ഈ അടുത്ത കാലത്ത് ഈ ഒരു ദുരന്തത്തിന് ശേഷം കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ആ ഒരു കടന്നുവരവിനെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ആരും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് പോലും സീറ്റ് ബെൽറ്റ് ഊരിയിരുന്നില്ല.
മുകളിൽ വെച്ചിരുന്ന ഹാൻഡ് ലഗേജുകൾ എടുക്കുവാൻ ക്യാബിൻ തുറന്നിരുന്നില്ല. എഴുന്നേറ്റ് പുറത്തേക്ക് പോകുവാൻ തിരക്ക് കൂട്ടുമായിരുന്നില്ല. അവരെ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ കാണാനും അവർ തിരക്ക് കൂട്ടുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ ചോക്ലേറ്റും സമ്മാനങ്ങളുമില്ല. ജോലി ചെയ്ത് ക്ഷീണിച്ചു കിടന്ന മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞു പോയത്. കുവൈറ്റിലെ മംഗഫിൽ MBTC കമ്പനിയുടെ 4-ാം നമ്പർ ക്യാബിനിലാണ് അഗ്നിബാധ ഉണ്ടായത്. മുഴുവൻ പേരും ഉറക്കത്തിലായിരുന്നപ്പോഴാണ് തീ പടർന്നു പിടിച്ചത്. അതിൽ 23 പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ട ആ ബോഡി ശരീരവുമായിട്ട് പറന്നിറങ്ങിയ വിമാനത്തിൻ്റെ ആ സാഹചര്യങ്ങളെയാണ് എഴുത്തുകാർ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. 20 ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് അത് അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി. രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ തിക്കും തിരക്കുമുണ്ടായി. രക്ഷപ്പെടാനായി കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് ചാടി നട്ടലിന് പരിക്ക് പറ്റിയ നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് മിക്കവരും ഗൾഫിലേക്ക് പറക്കുന്നത്. 4 ദിവസം മുമ്പ് കുവൈറ്റിലെത്തി ക്യാമ്പിൽ താമസിച്ചു തുടങ്ങിയ ചാവക്കാട് സ്വദേശി ബിനോയിയെ പോലെയുള്ള 24ഓളം മലയാളികളാണ് തീപിടുത്ത ദുരന്തത്തിൽ ജീവിതം നഷ്ടപ്പെട്ടത്. അവർ നമുക്ക് നഷ്ടമായത്. കെട്ടിടത്തിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദുരന്തം ഭീകരമാകുന്നതിന് കാരണമായത്. ഈജിപ്ഷ്യൻ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിലെ പാചകവാതക സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. തീയും പുകയും ഈ 6 നില കെട്ടിടത്തെ വിഴുങ്ങി. ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് എഴുന്നേറ്റ് ചിലർ മുറിയാകെ പുക നിറഞ്ഞിരിക്കുന്നതായാണ് അപ്പോൾ കാണുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചപ്പോഴാണ് കെട്ടിടത്തിൽ തീ പടർന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മുറിയിൽ ഇരുട്ടു നിറഞ്ഞതിനാൽ പുറത്തേക്കുള്ള വാതിലുകൾ കണ്ടെത്താൻ പോലും ആളുകൾ പ്രയാസപ്പെട്ടു. പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ ബാൽക്കണിയിലൂടെയും ജനലിലൂടെയും പലരും താഴേക്ക് ചാടുകയായിരുന്നു. മരിച്ചവർ ആരെല്ലാം എന്ന് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. മലയാളി ഉടമസ്ഥയിലുള്ള കമ്പനിയിൽ നിന്നുള്ള ജീവനക്കാരിൽ ഭൂരിഭാഗം ഇന്ത്യക്കാർ തന്നെയാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരമായി നിൽക്കണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് മുരളീധരൻ എന്നേക്കുമായി മടങ്ങുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോഴും അദ്ദേഹം ഈ ആഗ്രഹം പറഞ്ഞിരുന്നു അത്രേ. മകളുടെ കല്യാണം കഴിഞ്ഞ സാഹചര്യത്തിൽ തനിക്കിനി നാട്ടിൽ വന്ന് കുടുംബവുമായി കഴിയാമല്ലോ എന്നുള്ള മുരളീധരൻ്റെ ആ വലിയ ആഗ്രഹം സാധിക്കാതെ പോയിരിക്കുകയാണ്. കുടുംബത്തിനും നാടിനും ഏറെ നൊമ്പരം പരത്തുന്ന ഒന്നായി മാറി ഈ ഒരു വാർത്ത. അതുപോലെ ബാക്കി വച്ച നിരവധി പേരുടെ ആഗ്രഹങ്ങളാണ് കുവൈറ്റിലെ തീപിടുത്തം കെട്ടടക്കിയത്. പായിപ്പാട് പാലത്തിങ്കൽ കുടുംബത്തിലെ 2 പേരാണ് കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചത്. പാലത്തിങ്കൽ കുടുംബത്തിലെ ഷിബു വർഗീസും ഷിബുവിൻ്റെ മാതൃ സഹോദരനുമാണ് മരിച്ചത്. ഷിബു വർഗീസിനും ഷിബുവിൻ്റെ മാതൃ സഹോദരനുമാണ് ഷിബുവിനോടൊപ്പം ഒരേ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഷിബുവിൻ്റെ മാതൃ സഹോദരൻ. അപകടം നടന്ന ഒരേ ഫ്ലാറ്റിൽ ഒരേ മുറിയിലാണ് ഷിബുവും മാതൃ സഹോദരനായ മാത്യു തോമസും താമസിച്ചിരുന്നത്. പരുമല പാണ്ടനാട് താമസിക്കുന്ന മാത്യു 10 വർഷമായി MBTC കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. ഷിബു ഇതേ കമ്പനിയിൽ അക്കൗണ്ടന്റും ആണ്. സഹോദരൻ ഷിജു ഇതേ കമ്പനിയിൽ ചീഫ് അക്കൗണ്ടന്റുമാണ്. സ്വന്തമായി വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാനായി 5 ദിവസം മുമ്പാണ് ബിനോയ് കുവൈറ്റിലെത്തുന്നത്. തെക്കൻ പാലയൂർ കൊച്ചിപ്പാടത്തെ 5 സെന്റ് വീട് പണിയണമെന്നായിരുന്നു ബിനോയിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ആഗ്രഹം. ഇവിടെ ഷീറ്റ് മേഞ്ഞ താൽക്കാലിക ഷെഡിലാണ് ബിനോയും കുടുംബവും താമസിച്ചിരുന്നത്. കുടുംബത്തിൻ്റെ വീടെന്ന സ്വപ്നം പൂർത്തിയാക്കി നൽകുമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങളൊക്കെ കൊച്ചിയിൽ എത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ പോലീസ് അകമ്പടിയിൽ വീടുകളിലേക്ക് എത്തിക്കും. ഇതിനായി നോർക്കയുടെ ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 21 മലയാളികൾ ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹമാണ് കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് എത്തിയത്. നോർക്ക അധികാരികൾ ഔദ്യോഗികമായി പുറത്തുവിട്ട മരിച്ച 23 മലയാളികളുടെ പേര് വിവരങ്ങൾ ഇവയാണ്: തോമസ് ചെറിയൽ ഉമ്മൻ, തിരുവല്ല പത്തനംതിട്ട; അനീഷ് കുമാർ, കടലായി കണ്ണൂർ; ഷമീർ ഉമർദീൻ, ശൂരനാട് കൊല്ലം; മാത്യു തോമസ്, ചെങ്ങന്നൂർ ആലപ്പുഴ; അരുൺ ബാബു, നെടുമങ്ങാട് തിരുവനന്തപുരം; കേളു പൊന്മലേരി തെക്കരിയൂർ കാസർഗോഡ്; സാജു വർഗീസ്, കോന്നി പത്തനംതിട്ട; രഞ്ജിത്ത് ചേർക്കള കാസർഗോഡ്; ആകാശ് ശശിധരൻ നായർ, പന്തളം പത്തനംതിട്ട; ഷിബു വർഗീസ്, പായിപ്പാട് കോട്ടയം; നൂഹ് തിരൂർ മലപ്പുറം; ബാഹുലേയൻ പുലമന്തൂൾ മലപ്പുറം; സ്റ്റെഫിൻ എബ്രഹാം, സാബു പാമ്പാടി കോട്ടയം; സാജു ജോർജ് കരവാളൂർ കൊല്ലം; മുരളീധരൻ നായർ മല്ലശ്ശേരി പത്തനംതിട്ട; ലൂക്കോസ് ആദിച്ചനല്ലോ കൊല്ലം; ശ്രീഹരി പ്രദീപ് ചങ്ങനാശ്ശേരി കോട്ടയം; ശ്രീജേഷ് തങ്കപ്പൻ നായർ ഇടവ തിരുവനന്തപുരം; ബിനോയ് തോമസ് ചിറ്റാറ്റുകര തൃശൂർ; നിതിൻ വൈക്കര കണ്ണൂർ; സുമേഷ് സുന്ദരൻപിള്ള പെരിനാട് കൊല്ലം; വിശ്വാസ് കൃഷ്ണൻ തലശ്ശേരി കണ്ണൂർ; സിബിൻ എബ്രഹാം മല്ലപ്പള്ളി പത്തനംതിട്ട എന്നിവരാണ് കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചത്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച അരുൺ ബാബുവിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ചിത്രങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്, തമിഴ്നാട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി KS മസ്താൻ, മന്ത്രിമാരായ PK രാജീവ്, KR രാജൻ, റോഷി അഗസ്റ്റിൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ ഒപ്പമുണ്ട്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരണമടഞ്ഞ എല്ലാവർക്കും മലനാട് TV ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെയും മറ്റ് എല്ലാ വിധത്തിലുമുള്ള ക്ഷേമത്തിൻ്റെയും നട്ടെല്ലായി പ്രവർത്തിക്കുകയാണ് പ്രവാസികൾ, മലയാളികളായ പ്രവാസികൾ. 2023 നാട്ടിലേക്ക് പ്രവാസികളിലൂടെ എത്തിയത് 21,68,093 കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 22 ലക്ഷം മലയാളികളാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്നത്. 2023 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. നമുക്ക് പ്രവാസികളെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ പ്രവാസികൾ കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലാണ്, പ്രവാസികളാണ് നമ്മുടെ എല്ലാം. ഇന്ന് മരിച്ചവരെ കാണാൻ എനിക്ക് പോയേ മതിയാകൂ എന്ന് വീണ ജോർജ് മന്ത്രി പറയുമ്പോൾ കേന്ദ്രം പറയുന്നു വീണ ജോർജ് പോയിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ആളുകൾ പോയി അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ ഇത്തരം ഒരു ദുരന്ത സമയത്തും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു ഏകോപനമില്ലായ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കേന്ദ്രം ഏതാണ്ട് മറ്റൊരു രാജ്യവും കേരളം ഇന്ത്യയിൽ തന്നെ വേറൊരു രാജ്യവും എന്നൊക്കെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. ഇപ്പം ഈ പറയുന്ന ബഹുമാനപ്പെട്ട വീണ ജോർജ് ഓടി അവരെ കാണാനായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വളരെ സജീവമായിട്ട് പോകുന്നു. കേന്ദ്രത്തിൻ്റെ ഈ പറയുന്ന പ്രവാസി ക്ഷേമ കാര്യാലയത്തിന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപി പറയുന്നു. കേന്ദ്രമന്ത്രിയായി ഇപ്പോൾ വിരാജിച്ച സുരേഷ് ഗോപി പറയുന്നു. എന്തായാലും ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇന്ന് 15 ലക്ഷത്തോളം രൂപ കേരള സംസ്ഥാനം ഇപ്പോൾ ഈ മരിച്ചവരുടെ ദുരിതാശ്വാസ നിധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി വീട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പൈസ അല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് വീട് നൽകുമെന്നാണ് പറയുന്നത്. അപ്പം ഒരാൾ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേന്ദ്രവും സംസ്ഥാനവും പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഇത്രയും ആകുലതയിലേക്ക് എത്തുന്നതിന് വേണ്ടി. അവരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ 3 സെന്റ് സ്ഥലത്തിനകത്തൊരു വീട് വയ്ക്കുവാൻ NRI എന്ന് പറയുന്ന ആ പ്രവാസി സഹോദരൻ്റെ അക്കൗണ്ടിൽ നിന്നും കേരളത്തിലേക്ക് അയക്കുന്ന അക്കൗണ്ടിൻ്റെ പിൻബലത്തിൽ ഒരു വീട് കൊടുക്കുവാൻ ഒരുത്തരുമില്ലായിരുന്നു. അന്ന് സംസ്ഥാന സർക്കാരുമില്ലായിരുന്നു, കേന്ദ്ര സർക്കാരുമില്ലായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കുവാൻ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, ഒരു വിദ്യാഭ്യാസ വായ്പ നേടുവാൻ MBBSന് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഞാൻ NRI ആണെന്ന് പറയരുത്. കാരണം അതിന് കോഷൻ ഡിപ്പോസിറ്റ് അഡ്വാൻസ് അവരുടെ കയ്യിൽ നിന്ന് പിടുങ്ങുന്ന തുകയുടെ കനം കൂടും എന്ന് പറയുന്ന പ്രവാസികൾ എനിക്കറിയാം. എന്ത് തേങ്ങാക്കൊലയാണ് പ്രവാസികൾക്ക് കേരള സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നൽകുന്നത്. ഇവിടെയാണ് എനിക്ക് ഇത്തരം ഒരു ദുരന്ത സമയത്ത് പോലും എൻ്റെ അതിർത്തി ഈ ഒരു പരമ്പരയിലൂടെ ഞാൻ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ നേരത്തെ വായിച്ചു വന്നതിനകത്ത് മുരളീധരൻ നായരുടെയും മറ്റുമുള്ള കാര്യങ്ങളിലെല്ലാം അവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്? കേരളത്തിൽ വന്ന് സുഖമായി സ്വന്തം ജീവിതം ആസ്വദിക്കണം, സ്വന്തം ഭാര്യയോടും മക്കളോടൊപ്പം ആസ്വദിക്കണമെന്നുള്ള ആ ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പേരിലാണ് പ്രവാസിയാകുന്നത്. പ്രവാസ ലോകത്തേക്ക് കടൽ കടന്ന് വിമാനത്തിലോ കപ്പലിലോ ഒക്കെ കയറി പ്രവാസ ലോകത്ത് ഇറങ്ങുന്ന ഓരോ പ്രവാസിയുടെ മനസ്സിനകത്ത് അവിടുത്തെ വർണ്ണശബളമേറുന്ന ജീവിതമൊന്നും അവരെ ഒരിക്കലും ഭ്രമിപ്പിക്കുന്നില്ല. അവരുടെ ഒറ്റവരെ ഉടവരെയും കളഞ്ഞിട്ട് അവിടെ മറ്റ് വേറെ ഏതെങ്കിലും ജീവിതം നയിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നുമില്ല. അവരുണ്ടാക്കുന്ന പണത്തിൽ നിന്നും തുച്ഛമായ ഒരു പണം മാത്രമാണ് പ്രവാസ ലോകത്ത് അവർ അവരുടെ ജീവിതത്തിൽ മാറ്റിവെക്കുന്നത്. അത് ഈ പറയുന്ന ലേബർ ക്യാമ്പിലാണെങ്കിൽ ഇത്രയും മോശപ്പെട്ട ജീവിതമാണ് ആ ലേബർ ക്യാമ്പിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 6 നിലകൾ കയറാൻ ഇവിടെ 3 നിലയുണ്ടെങ്കിൽ ലിഫ്റ്റ് ഉണ്ടാകണമെന്ന് കോർപ്പറേഷനുകൾ വാദിക്കാറുണ്ട്. 6 നിലയുള്ള ആ കെട്ടിടത്തിന് ലിഫ്റ്റ് ഇല്ലായിരുന്നു എന്നുള്ളത് ദുരന്തം കൂട്ടുവാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ വെന്റിലേറ്ററുകളുടെ അഭാവങ്ങൾ, മൊത്തത്തിൽ ആ ബിൽഡിങ് ഒരു ക്രമക്കേടിൽ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ മുതലാളി ആരാണ്? കേരളക്കാരനാണ്. ഒരു പ്രവാസി അല്ലെങ്കിൽ അവിടുത്തെ കുവൈറ്റി ആയിരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ ഈ പറയുന്ന ഒരു അപകടം ഉണ്ടായാൽ എൻ്റെ അതിൽ വസ്തുവിൽ അല്ലെങ്കിൽ എൻ്റെ കെട്ടിടത്തിൽ ജീവിക്കുന്നവർക്ക് ജീവഹാനി ഉണ്ടാകുന്ന ആഗ്രഹിക്കുന്ന ഒരു പ്രവാസിയായിരിക്കും, ആ കുവൈറ്റി ആയിരിക്കും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അവിടെ അത്തരത്തിലുള്ള യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നു ഈ ഒരു വലിയ മരണസംഖ്യ കാണുമ്പോൾ. ഇതിലേറ്റവും വിരോധാഭാസമായിട്ട് തോന്നുന്നത് കൊച്ചിയിലെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൻ്റെ ഉടമയാണ് ഈ കുവൈറ്റിലെ ഈ പറഞ്ഞ ദുരന്തത്തിന് കാരണമായിട്ടുള്ള കെട്ടിടത്തിൻ്റെ ഉടമ എന്നുള്ളതാണ്. കേരളത്തിൽ 5 നക്ഷത്ര ഹോട്ടൽ നിർമ്മിച്ച KG എബ്രഹാമാണ് ഈ ദുരന്ത കെട്ടിടം കുവൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു വിരോധാഭാസമാണ്. 2 കോൺട്രവേഴ്സിയാണത്. അതായത് കുവൈറ്റിൽ KG എബ്രഹാം നിർമ്മിച്ച ആർക്ക് വേണ്ടിയാണ്? തൻ്റെ 25,000-ഓളം വരെ തൊഴിലാളികൾ കുറച്ച് പേർക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു കെട്ടിടം, ഒരു ലേബർ ക്യാമ്പിന് വേണ്ടിയാണ് ഒരു 6 നില കെട്ടിടം നിർമ്മിച്ചത്. സാധാരണ കേരളത്തിനെ സംബന്ധിച്ചിട്ട് 3 നില കഴിഞ്ഞാൽ
ലിഫ്റ്റ് ഉണ്ടാകണമെന്നുള്ളത് ഇവിടുത്തെ കോർപ്പറേഷൻ നിയമമാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് നിയമമാണ്. പക്ഷെ അവിടെ 6 നില വരെ നിർമ്മിക്കുവാൻ KG എബ്രഹാമിന് ലിഫ്റ്റ് വേണ്ടായിരുന്നു എന്നുള്ളത് അവിടുത്തെ നിയമങ്ങൾ കാറ്റിൽ പറത്തി തന്നെയാണ് ആ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതിന് യാതൊരു വിധത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. കാരണം കൊച്ചിയിൽ ക്രൗൺ പ്ലാസ എന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിച്ച അതേ KG എബ്രഹാം തന്നെയാണ് കുവൈറ്റിൽ ഈ 6 നില കെട്ടിടം യാതൊരു തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്ത, എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള, ഒരു ലിഫ്റ്റ് പോലും ഇല്ലാത്ത ഈ കെട്ടിടം ലേബർ ക്യാമ്പാക്കി തൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള തൊഴിലാളികൾക്ക് അന്തി ഉറങ്ങുന്നതിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് KG എബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പണത്തോട് മാത്രമുള്ള ആർത്തി, അല്ലെങ്കിൽ തൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക്, തൻ്റെ കൂടെ സഹകരിക്കുന്നവർക്ക്, സഞ്ചരിക്കുന്നവർക്ക് ഈ പറയുന്ന ഒരു ലേബർ ക്യാമ്പ് നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് 6 നില വരെ ഉള്ള കെട്ടിടത്തിന് ലിഫ്റ്റ് ഒഴിവാക്കിയത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരമൊരു ദുരന്തമുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തീയണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കാനായിട്ട് ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് ഒരു പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായാൽ ജനങ്ങൾക്ക് ഇറങ്ങി വരുവാനുള്ള ഒരു ഫയർ ഒരു സംവിധാനം ഉണ്ടാകാതിരുന്നത്? എല്ലാ തരത്തിലുമുള്ള കൃത്യവിലോപം കാട്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണമാണ് KG എബ്രഹാം കുവൈറ്റിൽ നടത്തിയത് എന്നുള്ളത് കേൾക്കുമ്പോൾ മലയാളി തന്നെയാണ്. മലയാളികൾ സത്യത്തിൽ കുവൈറ്റിൽ നേരത്തെ ഇതേപോലെ തന്നെ ഒരു ദുരന്തമുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അപകടമായിരുന്നില്ല, അത് കരുതിക്കുട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു. കുവൈറ്റിലുണ്ടായിരുന്നത് 50ഓളം പേരെ കരുതിക്കുട്ടിയുള്ള കൊലപാതകത്തിന് നയിച്ചത് ഒരു സ്ത്രീയാണെന്ന് വാർത്തകളുടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2 കോൺട്രവേഴ്സിയാണ്, 2 എസ്റ്റന്റാണ്, 2 സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ 2 പ്രവർത്തനങ്ങൾ നിൽക്കുന്നത്. ഒന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ധനം സമ്പാദിക്കുന്ന മേഖലയായ ടൂറിസം മേഖലയിൽ തൻ്റെ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്ന് പറയുന്നത് ക്രൗൺ പ്ലാസയാണ്. അങ്ങനെ വന്നാൽ അത്തരം ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ ഒരു ചിന്തയില്ലേ? ഇവിടെ കൊച്ചിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്തൊക്കെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ പണത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിലുള്ള ആ ഒരു ചാതുർവർണ്ണ്യം, അതിർവരമ്പുകൾ ഇവിടെ എന്തെങ്കിലും കൊടുത്ത് ഉപജീവനത്തിന് വേണ്ടി കടന്നു വരുന്ന തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക്, അവർക്ക് യാതൊരു വിധത്തിലുമുള്ള സൗകര്യങ്ങളില്ലാത്ത ഒരു ലേബർ ക്യാമ്പാണ് അദ്ദേഹം ഒരുക്കിയിരുന്നത്. എന്തെങ്കിലും ഒരു അപകടം, ഇതുപോലൊരു ആക്സിഡന്റ് ഉണ്ടായാൽ, തീപിടുത്തമോ മറ്റെന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളും ആ ബിൽഡിങ്ങിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ അലംഭാവത്തെയാണ് കാണിക്കുന്നത്. പണം മാത്രം ലക്ഷ്യമാക്കിയാണോ മലയാളി സമ്പന്നരായിട്ടുള്ള ബിസിനസ്സുകാർ പ്രവർത്തിക്കുന്നത്? തൻ്റെ കൂടെ പണം ഉണ്ടായി വരുമ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്നവർക്കും കൂടി ജീവിത സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ എന്തുകൊണ്ടാണ് മലയാളി മടിക്കുന്നത്? ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുള്ള ഒരു സമൂഹമായിട്ട് മലയാളി മാറുകയാണ്. ഒരുവൻ രക്ഷപ്പെട്ടാൽ അവൻ അസ്വസ്ഥത, തനിക്കുണ്ടാകുന്ന ആ ഒരു ഗ്രാഫിൻ്റെ എന്തെങ്കിലും ഒരു താഴ്ച വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു മാനസിക അസ്വസ്ഥത, എങ്ങനെയെങ്കിലും പണം 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 എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹമായി കേരള സമൂഹം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത ഒട്ടനവധി വാർത്തകളാണ് പണ്ട് നോർത്ത് ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും സംസ്ഥാനങ്ങളിൽ മാത്രം അരങ്ങേറിയിരുന്ന മൃഗീയമായ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ പീഡനങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ അടക്കമുള്ളത് ഇന്ന് കേരളത്തിൽ സുലഭമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എല്ലാ തരത്തിലും കേരളീയർ അവരുടെ പേരിന് കളങ്കം ചാർത്തുന്ന തരത്തിലേക്കാണ് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ നമ്മളുടെ ഈ പറയുന്ന കുവൈറ്റ് തീപിടുത്തം, കുവൈറ്റിലെ ഈ പറയുന്ന അഗ്നിബാധ ദുരന്തം നമ്മളെ അറിയിക്കുന്നതും അതുതന്നെയാണ്. കൂടെ ജീവിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുമുള്ള ഒരു മൃഗത്തിൻ്റെ പോലും, വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെ പോലും ഒരു ബഹുമാനം കൂടെ ജീവിക്കുന്നതിന് കൊടുക്കാത്ത ഒരു സമൂഹമായിട്ട് നമ്മുടെ കേരള സമൂഹം മാറുകയാണ്. കേന്ദ്രത്തിനെ പ്രതിനിധീകരിച്ച് സുരേഷ് ഗോപി സാറും കേരളത്തിനെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജും ഞങ്ങളോടൊപ്പം മലനാട് ടിവിയോടൊപ്പം കടന്നു വരണം. ഞങ്ങൾ കാണിച്ചു തരാം. ഇനിയും ഉണ്ട് ഇതുപോലെയുള്ള ഇതിലും വളരെ മോശമായിട്ടുള്ള ശോചനീയമായിട്ടുള്ള ലേബർ ക്യാമ്പുകൾ. അവിടെ എങ്ങനെയാണ് പ്രവാസികളുടെ കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടലാണ് പ്രവാസികൾ എന്ന് പറയുന്ന ആ പ്രവാസികളുടെ ജീവിതമെന്ന് നിങ്ങൾ നേരിൽ വന്നൊന്ന് കാണണം. അതുപോലെ നോർക്ക പോലെയുള്ള സംവിധാനങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ഈ പ്രവാസികളുടെ ജീവിതം അവരുടെ കണ്ണിൽ കാണുന്നില്ലേ? അവർക്ക് കണ്ണു തുറക്കണ്ടേ? ഇത്തരം ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കേണ്ടുന്ന നോർക്ക പോലെയുള്ള സർക്കാർ ഏജൻസികൾ എന്ത് ചെയ്യുകയാണ്? ഇന്ന് ലോകസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകസഭയിലേക്ക് എത്തുന്നത് മുഴുവൻ നമുക്കറിയാം സമ്പന്നന്മാരെ മാത്രമാണ് ലോകസഭയിലെ കേരള ലോകസഭയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവൻ്റെ മടിയുടെ കണം മനസ്സിലാക്കിയിട്ടാണ് അവിടെ അംഗത്വം നൽകുന്നത്. ഏതെങ്കിലും ഒരു പ്രവാസി ജീവകാരുണ്യ പ്രവർത്തകനെ ലോക്സഭയുടെ ഒരു പ്രത്യേക ബഹുമാനപ്പെട്ട സീറ്റിൽ ഇരുത്തിയിട്ടുണ്ടോ?
ഏകദേശം 49ഓളം പ്രവാസികൾ വെന്ത് മരിച്ച ഇടത്തേക്ക് ഓടിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കണമെന്നും അവരെ മാറോട് അണയ്ക്കണമെന്നും തോന്നിയ ആ വലിയ മനസ്സിന് നമോവാകം. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ഇനി ഞാൻ ഈ പറഞ്ഞത് വ്യക്തമായിട്ടൊന്ന് കേൾക്കണം. ഇന്ന് മരിച്ചവരുടെ ആശ്രിതരെ ആശ്വസിപ്പിക്കേണ്ട ചുമതല ഭാരതീയർക്ക് എല്ലാവർക്കും ഒന്നുപോലെയാണ്. സുരേഷ് ഗോപി സാർ പറഞ്ഞതുപോലെ മരിച്ചവരെല്ലാവരും കേരളീയർ മാത്രമല്ല, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഭാരതീയരാണ്. ആ ഭാരതീയരായ പ്രവാസി മലയാളികളുടെ ചില സങ്കോചത്തോടുകൂടി പറയട്ടെ, നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് ജീവിതം കേരളത്തിൽ വന്ന് ഹോമിക്കേണ്ടി വന്ന ചില പ്രവാസി മലയാളികളുടെ ജീവിത വാർത്തകളിലേക്ക് ഞാനൊന്ന് പിന്നിലേക്ക് പോവുകയാണ്. ആദ്യം നമുക്ക് പുനലൂരിലെ പ്രവാസി വ്യവസായി സുഗതൻ 2018 ആത്മഹത്യ ചെയ്ത വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മസ്കറ്റിൽ ജോലി, നാട്ടിലേക്ക് എത്തി വർക്ക്ഷോപ്പ് നിർമ്മിക്കുവാൻ തീരുമാനിക്കുന്നു. ഇതിനെ കൊല്ലം വിളക്കുടി പഞ്ചായത്തിലെ ഇളമ്പലിൽ സ്ഥലം വാടകയ്ക്കെടുത്ത് വയലിനുള്ളിൽ നിർമ്മാണം ആരംഭിച്ചു. വയൽ നിൽക്കിയ സ്ഥലത്താണ് വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നതെന്ന ആരോപണമായി ഓടിയെത്തിയ ആരാണെന്നറിയോ? ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പ് AIYF പ്രവർത്തകർ തന്നെയാണ് അവിടെ രംഗത്ത് വരുന്നത്. കാരണം അവരെവിടെ പോയാലും ഈ വയൽ നികത്തി കഴിഞ്ഞാൽ അവർ നിർബാധം വന്ന് പിടികൂടും. അവിടെ ഒരു തരത്തിലുള്ള പെർമിറ്റ് അനുവദിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഈ കൊച്ചിയിലെ വയലുകളൊക്കെ നികത്തിയപ്പം ഇങ്ങനൊരു സംഘടനയൊന്നും ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ എവിടെ ആയിരുന്നു? സുഗതന്റെ മുന്നിൽ അവർ കൊടി കുത്തി അവിടെ പ്രതിഷേധം ആരംഭിച്ചു. ഇതിന് പിന്നാലെ സുഗതൻ ആ പ്രതിഷേധത്തിന്റെ ആ പ്രശ്നങ്ങളൊക്കെ കെട്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ താൻ സ്വപ്നം കണ്ടിരുന്ന ആ വർക്ക്ഷോപ്പിന്റെ ആ ഒരു തുണ്ട് കയറിൽ വർക്ക്ഷോപ്പിൽ തൂങ്ങി മരിക്കുകയാണ്. പിറ്റേന്ന് ലോകം സുഗതനെ തൂങ്ങി മരിച്ചായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അർദ്ധരാത്രിയിൽ സുഗതൻ തീരുമാനിക്കുന്നു, എൻ്റെ കേരളത്തിൽ ഞാൻ വന്നൊരു വ്യവസായം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ് ആരംഭിക്കുന്നു, അത് നടത്താൻ എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എന്തിനു ജീവിക്കണം? മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ പോയി കണ്ണീരോടെ പറയാൻ കാത്തു നിൽക്കാതെ ഒരു തുണ്ട് കയറിൽ ആ വർക്ക്ഷോപ്പിന്റെ മേൽക്കൂരയിൽ ജീവിതമൊടുക്കിക്കൊണ്ടാണ് സുഗതന്റെ വാർത്ത പിറ്റേന്ന് പ്രത്യക്ഷപ്പെടുന്നത്. മറ്റൊരു വാർത്ത കടന്നു വരുന്നത് കണ്ണൂർ ആന്തൂരിലെ പ്രവാസി വ്യവസായിയുടെ ആത്മഹത്യയാണ്. വർഷം 2019 ഈ വാർത്ത നടക്കുന്നത്. ഏകദേശം 15 കോടിയോളം രൂപ മുതൽ മുടക്കിൽ ഒരു മനോഹരമായ ഓഡിറ്റോറിയമാണ് കണ്ണൂരിൽ അദ്ദേഹം സ്ഥാപിച്ചത്. പ്രവർത്തനാനുമതി നൽകാത്തതിനാൽ മനം നൊന്ത് പ്രവാസി വ്യവസായ കണ്ണൂർ കൊറ്റാളി സ്വദേശി സാജൻ പാറയിൽ ആത്മഹത്യ ചെയ്തു. നൈജീരിയയിൽ ജോലി ചെയ്ത് 3 വർഷം മുമ്പ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് കണ്ണൂർ ബക്കളത്ത് സാജൻ ഈ ഓഡിറ്റോറിയം നിർമ്മാണം തുടങ്ങിയത്. തുടക്കം മുതൽ ഓഡിറ്റോറിയത്തിനെതിരെ നഗരസഭ പലവിധത്തിലുള്ള തടസ്സങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കാൻ പോലും നഗരസഭ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു. ഇതിൽ മനംനൊന്നാണ് പ്രവാസി മലയാളിയായിട്ടുള്ള സാജൻ ആത്മഹത്യ ചെയ്തത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നു പോവാം. വീട് ജപ്തി ചെയ്യുവാൻ ബാങ്ക് ജപ്തി നോട്ടീസുമായി വന്നപ്പോഴാണ് മറ്റൊരു പ്രവാസി ജീവൻ ഒടുക്കുന്നത്. 2020 വാർത്തയാണ്. 2016 വീട് വയ്ക്കാന് 4 ലക്ഷം രൂപ വായ്പ എടുക്കുന്നത്. ഓർക്കണം, വെറും 4 ലക്ഷം രൂപയാണ് ആ പ്രവാസി മലയാളിയുടെ ജീവൻ അപഹരിച്ചത്. ഒരു വർഷം മുമ്പ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന അജയകുമാർ വായ്പ തിരിച്ചടവും അതോട് അദ്ദേഹത്തിന് മുടങ്ങി. രോഗാവസ്ഥയിലുള്ള ചികിത്സ മറ്റുള്ള കാര്യങ്ങളും പിന്നീട് ഈ പറയുന്ന ഉപജീവനമാർഗം മറ്റുള്ള കാര്യങ്ങളും എല്ലാം നിലച്ചതോടെ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുകയാണ്. അതോടെ ജപ്തി നടപടികളുമായി ബാങ്ക് മുന്നോട്ട് പോകുന്നു. ഇതിനെ തുടർന്ന് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോയ ബാങ്ക് ആ ജപ്തി നോട്ടീസ് അവരുടെ വീടിന് മുന്നിൽ കൊണ്ടുവന്ന് പതിക്കുന്നു. അങ്ങനെ ആ അപമാനം സഹിക്ക വയ്യാതെ, അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ബന്ധുജനങ്ങളുടെ മുമ്പിൽ കോമാളിയായി മാറാതെ മരണമെന്ന കോമാളി അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. അവിടെ ആത്മഹത്യയുടെ രൂപത്തിൽ മരണം കടന്നു വരികയാണ് പ്രവാസി മലയാളിയുടെ ജീവിതത്തിലേക്ക്. ബഹ്റൈനിൽ മറ്റൊരു മലയാളി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് 2023 കഴിഞ്ഞ വർഷം. ബഹ്റൈനിലെ ഹാജിയത്തിൽ ചെറുകിട പലചരക്ക് വ്യാപാരം നടത്തി വരികയായിരുന്ന വേലായുധൻ ജയൻ സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യ കാരണമെന്നാണ് പറയുന്നത്. ദുബായിൽ മരിച്ച തൃശൂർ സ്വദേശിയുടെ മൃതദേഹം 14 ദിവസമാണ് ദുബായിയുടെ മോർച്ചറിയിൽ കിടന്നത്. UAE പിക്കപ്പ് വാഹനം ഓടിച്ചിരുന്ന ഗുരുവായൂർ സ്വദേശി സുരേഷ് കുമാർ കഴിഞ്ഞ ഏപ്രിൽ 22 ആണ് മരിച്ചത്. പനി ബാധിച്ച ആശുപത്രി ചികിത്സ തേടിയ സുരേഷിന് ന്യൂമോണിയ സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നാലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കിടന്ന ശേഷമാണ് മരണം. ഇൻഷുറൻസിന്റെ കാലാവധി തീർന്നു പോയതുകൊണ്ട് നടപടിക്രമങ്ങൾ വൈകാൻ ഇടയാക്കിയതിനാൽ 4 ലക്ഷത്തിലധികം ദിർഹമാണ് സൗദി ജർമ്മൻ ആശുപത്രിക്ക് നൽകാൻ സുരേഷ് ബാക്കിയുണ്ടായിരുന്നത്. പണമടയ്ക്കാൻ കഴിയാതെ ആ മൃതദേഹം വിട്ടു നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് താമസം വന്നപ്പോൾ 14 ദിവസമായി. ആശുപത്രിയുടെ തന്നെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് തുകയെടുത്താണ് അന്ന് ബില്ലടച്ചത്. അല്ലാതെ നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റെയോ കേന്ദ്ര ഗവൺമെന്റെയോ ഇടപെടൽ കൊണ്ടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് സൂചന അതിനകത്തു നിന്നും ലഭിക്കുകയാണ്. അപ്പം ഇന്ന് വരെ നടന്നിട്ടുള്ള പ്രവാസികളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവഹാനികളിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ ഇടപെടാതെ ഇരുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കുന്നത്. ഞാനാണ് മികച്ചത്, ഞാനാണ് മിടുക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 പേരും കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി ക്ഷേമമുണ്ടല്ലോ, അതിന് വലിയൊരു നമോഭാഗം.
നിങ്ങൾ ഇനി വേഗം ചെയ്യേണ്ടത് ഞങ്ങളോടൊപ്പം ഒരു യാത്രയ്ക്ക് ഒരുങ്ങുക. ശ്രീമതി വീണ ജോർജും സുരേഷ് ഗോപി സാറും മലനാട് ടിവിയോടൊപ്പം ഒരു പ്രവാസ യാത്രയ്ക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം. പ്രവാസ ജീവിതത്തിന്റെ യഥാർത്ഥ വശങ്ങൾ കാണിച്ചു തരുവാൻ ഞങ്ങൾ ഒരുക്കമാണ്. എന്തായാലും പ്രവാസികളുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് പ്രവാസികളായിട്ടുള്ള ഈ മരണപ്പെട്ട ആ സാധുക്കൾക്ക് 15 ലക്ഷം രൂപ ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തിനോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് സഹായങ്ങളും അവരെ തേടി എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ഒരു വീട് വെച്ച് നൽകുവാൻ സുരേഷ് ഗോപി മുന്നോട്ട് വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെ ജീവനോടെ ഇരുന്നപ്പോൾ എവിടെയായിരുന്നു? അന്ന് നിങ്ങൾക്കൊന്നും ഈ പറയുന്ന പ്രവാസി ക്ഷേമമൊന്നും ഉണ്ടായിരുന്നില്ലേ? ജീവിച്ചിരുന്നപ്പോൾ ഒരു വീട് വെക്കുവാൻ എത്ര പടികൾ കയറി ഇറങ്ങിയിട്ടുണ്ടാകും ഈ പാവങ്ങൾ. സ്വന്തം മകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ ലോണുകൾ എടുക്കുവാൻ എത്ര പടികൾ കയറി ഇറങ്ങിയിട്ടുണ്ടാകും. ഇന്ന് എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ അവർക്ക് മുമ്പിൽ കൊടുക്കുന്നത് എപ്പോഴാണ്? അവർക്ക് ജീവിതം എന്നുള്ള ആ ഒരു വലിയ സാഹചര്യത്തിൽ നിന്ന് അവർ വിട്ടുപോയപ്പോഴാണ്, അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോഴാണ്. ജീവിച്ചിരിക്കും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കാത്ത പ്രവാസി ക്ഷേമം ഇനി എന്തിനാണ് സാറേ? നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളോടും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളോടും എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതികരിച്ചുകൊണ്ട് ശ്രീമതി വീണ ജോർജ് തന്നെ ആദ്യം തന്നെ ഇത് കേൾക്കണം. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ പ്രതികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സുരേഷ് ഗോപിയും ഈ വിവരം കേൾക്കണം. നിങ്ങൾ രണ്ടാളും എൻ്റെ ഒപ്പം, ഞങ്ങളുടെ ഒപ്പം, മലനാട് ടിവിക്കൊപ്പം പ്രവാസ ലോകത്തേക്കൊന്ന് കടന്നു വരണം. എല്ലാ ലേബർ ക്യാമ്പുകളിലും ഒന്ന് ചെല്ലണം. അവർക്ക് എങ്ങനെയാണ് ഇന്നും ജീവിക്കുന്നത് മനസ്സിലാക്കണം. ആടുജീവിതങ്ങളൊന്നും നിന്നിട്ടില്ല മനുഷ്യരെ, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ആടുജീവിതം എന്ന സിനിമയിൽ പരാമർശനേക്കാളും ദുഃഖത്തിലും ദുരിതത്തിലുമായുള്ള ഒട്ടനവധി ആളുകളുടെ ജീവിതങ്ങൾ മലനാട് ടിവിയുടെ ദൃശ്യവാദാനങ്ങൾ വരച്ചു കാട്ടി തന്നിട്ടുണ്ട്. അതിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നിങ്ങളെപ്പോലുള്ളവർ കടന്നു വന്നാൽ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തകർക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ഒരല്പസമയം വിശ്രമിക്കാൻ കഴിയുള്ളൂ. ഷംനാഥ് കരുനാപ്പള്ളി, ഷിഹാബ് കുറ്റുകാട്, റാഫി പാങ്ങോട് പോലെയുള്ള ഒട്ടനവധി ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെട്ടവരുടെ ബോഡികൾ കയറ്റി അയക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കൾ വയനാട്ടിൽ നിന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് ആ പാവങ്ങൾ ചെയ്യുന്നത്. അവരും നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ചവരെ പോലെ പ്രവാസ ലോകത്ത് പോയി സമ്പാദിച്ച് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് പോയവരാണ്. അവരാണ് തങ്ങളുടെ ചുറ്റുമുള്ള ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതോ അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഒരു കൈത്താങ് നൽകുന്നതോ അവരാണ്. ഇവിടെ പ്രവാസ ലോകത്തിന്റെ ക്ഷേമം എന്ന് പറയുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ ആളുകളൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? നിങ്ങൾ ഞങ്ങളോട് വരൂ. എല്ലാ ലേബർ ക്യാമ്പുകളും നമുക്കൊന്ന് പോയി കാണാം. എത്രത്തോളം സുരക്ഷിതത്വം ഇനിയും ലേബർ ക്യാമ്പുകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അത് കൂടാതെ പ്രവാസികളാണ് കേരളത്തിന്റെ സാമ്പത്തിക നട്ടല്, രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടലെന്ന് നിർബാധം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ എല്ലാ പ്രവാസികളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നും അവരെ എങ്ങനെ റീഹാബിലിറ്റ് ചെയ്യണമെന്നും അവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും നമുക്ക് ഒന്നിച്ചു പോയി ആരായാം. ലോകസഭ നടക്കുകയാണ് തിരുവനന്തപുരത്ത്. പോക്കറ്റിലെയും മടിയിലെയും പണത്തിന്റെ കനമനുസരിച്ചല്ലേ അവിടെ മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്നത്. എത്ര സാധുക്കളായിട്ടുള്ള ഇതേപോലുള്ള ജീവകാരുണ്യ പ്രവർത്തകരെ നിങ്ങൾ ഈ ലോക്സഭയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാസ ക്ഷേമം ആ പേരിന് അർഹത വരുന്ന തരത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും മലനാട് ടിവി ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുകയാണ്. ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് സഹകരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാം. എല്ലാ തരത്തിലുമുള്ള ബഹുമാനത്തോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഇനിയൊരു ദുരന്തത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ പ്രവാസക്ഷേമം തത്വത്തിൽ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അക്ഷരാർത്ഥത്തിൽ അവർക്ക് വേണ്ടി പ്രവാസക്ഷേമം എന്നുള്ളത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നതിനുള്ള ഒരു താക്കീതാകട്ടെ ഈ ദുരന്തം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിടവാകുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.